ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഈശോ മിശിഹായുടെ തിരുപ്പിറവിയുടെ ഒരുക്കമായ മംഗളവാർത്തക്കാലത്തിൽ മൂന്നാം ഞായറാഴ്ചയ്ക്ക് പ്രവേശിക്കുമ്പോൾ നാം ഈശോയുടെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങളിൽ 80 വരെയുള്ള വാക്യങ്ങളിൽ ശ്രവിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഈശോയുടെ മുന്നോടിയായിരുന്നു സ്നാപക യോഹന്നാൻ. ജനനത്തിലും ഈശോയുടെ ശുശ്രൂഷയുടെ മുന്നോടിയായിരുന്നു, അതുപോലെ തന്നെ മരണത്തിലും ഈശോയുടെ മുന്നോടിയായിരുന്നു. സ്നാപക യോഹന്നാന് വളരെ വലിയ പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. ഈശോ മിശിഹായിലൂടെ വെളിപാടുകളെല്ലാം പൂർത്തിയാവുകയാണ്. അതിനൊരുക്കമായി ദൈവം അയച്ച ഏതാണ്ട് 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, മലാക്കിക്ക് ശേഷം ദൈവം അയക്കുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്കുള്ള ആ വാതിൽ തുറക്കുന്നത് സ്നാപക യോഹന്നാനിലൂടെയാണ്. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനിൽ ഏറ്റവും വലിയവനെന്ന് ഈശോ വിശേഷിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 35-ൽ കടന്നു വരുമ്പോൾ നാം ശ്രവിക്കുന്നുണ്ട്, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു സ്നാപക യോഹന്നാൻ. അങ്ങനെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്ന, സത്യത്തിന് വേണ്ടി തീരെ രക്തസാക്ഷിയായി തീർന്ന, ജ്വലിക്കുന്ന ചൈതന്യത്തോടുകൂടി, ഏലിയായുടെ തീക്ഷ്ണതയോടുകൂടി സത്യത്തിന് സാക്ഷ്യം വഹിച്ചവനാണ് സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ്റെ ജനനം മിശിഹാനിക യുഗത്തിൻ്റെ ഒരു തുടക്കമായി വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 57-ാം വാക്യത്തിൽ ഏലീശോയ്ക്ക് പ്രസവ സമയമായി, ഒരു സമയം പൂർത്തീകരിച്ചിരിക്കുന്നു, സമയം സമാഗതമായി എന്ന് പറയുന്നത് പോലെ ഏലീശോയുടെ ആ പ്രസവ സമയം ഒരു സമയത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ലൂക്ക അവതരിപ്പിക്കുകയാണ്. ദൈവം അവളുടെ വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കണ്ട് അയൽക്കാരും ബന്ധുക്കളും എല്ലാവരും സന്തോഷിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ ജനനം വളരെയേറെ സന്തോഷം നൽകുന്നു. പ്രത്യേകിച്ച് എലീശോയുടെ ജീവിതത്തിൽ എലീശോ പറയുന്നുണ്ട്, ഇതേ അധ്യായത്തിൽ തന്നെ 25-ാം വാക്യത്തിൽ, ദൈവം മനുഷ്യരുടെയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ഞാൻ ചെയ്തു തന്നിരിക്കുന്നു. അങ്ങനെ ഈ വലിയൊരു അനുഗ്രഹം എലീശോയ്ക്ക് വാർദ്ധക്യത്തിൽ ഒരു ശിശുവിനെ ലഭിക്കുന്നു. അത് വലിയൊരു വിസ്മയമാണ്, അത്ഭുതകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് ബന്ധുക്കളും അതുപോലെ തന്നെ അയൽക്കാരും എല്ലാവരും ഒന്നിച്ചുകൂടി സന്തോഷിക്കുന്ന ഒരു ദിനമായി മാറി. അതുകൊണ്ട് യോഹന്നാൻ്റെ ജനനം ഒരു സന്തോഷ ജനനമാണ്. മംഗളവാർത്തക്കാലത്തിൻ്റെ ഒരു മംഗളവാർത്ത തന്നെയാണ് യോഹന്നാൻ്റെ ജനനം. ഈശോയുടെ ജനനമാണ് പൂർണ്ണമായ മംഗളവാർത്തയെങ്കിൽ അതിനൊരുക്കമായുള്ള ഒരു മുന്നോടിയായ മംഗളവാർത്തയാണ്. ആ സന്തോഷത്തിൽ അവർ നിറയുകയാണ്. 8-ാം ദിവസം ശിശുവിൻ്റെ പരിച്ഛേദന കർമ്മം യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് പരിച്ഛേദനം നിർവഹിക്കുന്നത് ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 12-ാം വാക്യത്തിൽ അത് അബ്രാഹത്തിനോട് ചെയ്യുന്ന ആ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ്. ലേവായുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം, ഇതെല്ലാം ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് ഈ പരിച്ഛേദനം. നിങ്ങൾ ഉടമ്പടി ബന്ധത്തിൽപ്പെട്ട ഒരു സമൂഹമാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് എല്ലാ ആൺകുട്ടികളെയും പരിച്ഛേദനത്തിന് വിധേയമാക്കിയിരുന്നത്. ഇത് 8-ാം ദിവസമാണ്. ഇന്നത്തെ 1-ാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നത്. ആ സൃഷ്ടിയുടെ 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അതിനുശേഷമുള്ള ആ വിശ്രമദിനം, സാബത്ത് ദിവസത്തിന് ശേഷം വരുന്ന ദിവസമാണ് 8-ാം ദിവസം. അതായത് 8-ാം ദിവസം ഒരു പുനർസൃഷ്ടിയുടെ ദിവസമായിട്ടാണ്. നമുക്കറിയാം, മാമോദീസ ഇതുപോലെയാണ്, ഒരു പുനർസൃഷ്ടിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഈശോയിൽ മാമോദീസ സ്വീകരിക്കുന്നവർ, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല കാര്യം, ഈശോയിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 കൊറിന്തോസ് 5:17 പറയുന്നുണ്ട്, ഈശോ മിശിഹായിലുള്ളവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് 8-ാം ദിവസത്തെ പരിച്ഛേദനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ക്രിസ്തീയ മാമോദീസ. നമ്മുടെ പഴയകാല മാമോദീസ രജിസ്റ്ററുകൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, 8-ാം ദിവസമാണ് എല്ലാവരും മാമോദീസ സ്വീകരിക്കുന്നത്. അങ്ങനെ മാമോദീസ മുങ്ങുന്നത് ആ
പഴയ നിയമകാലത്തെ ഉടമ്പടിയുടെ ഒരു പൂർത്തീകരണമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ 8-ാം ദിവസം പരിച്ഛേദന കർമ്മം നടക്കുന്ന സമയത്താണ് പേരിടുന്ന അവസരം. ശിശുവിന് എന്ത് പേരിടണം? സക്കറിയ എന്ന പേരിടണമെന്നാണ് അവരുടെ ബന്ധുജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു സക്കറിയ 2-ാമൻ. പക്ഷേ അങ്ങനെയല്ല. അവൻ്റെ അമ്മ പറഞ്ഞു അവനെ യോഹന്നാൻ എന്ന് വിളിക്കണം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അറിയാം, യാഹ്വേ കരുണ കാണിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് യോഹന്നാൻ. അപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ പേര് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പേര് നൽകണം. ഉടനെ തന്നെ എന്ത് പേര് നൽകുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് യോഹന്നാൻ എന്നുള്ള പേര് നൽകുവാൻ അതിനൊരുക്കമായിട്ട് എന്ത് പേര് നൽകുവാൻ ആഗ്രഹിക്കുന്ന സക്കറിയയോട് ചോദിക്കുമ്പോൾ സക്കറിയ ഒരു എഴുത്തുപലക ആവശ്യപ്പെടുന്നു. 63-ാം വാക്യം, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. ഈ വാക്യം എഴുതി തീർന്നപ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. കാരണം പിതാവിൻ്റെ പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ബന്ധത്തിലുള്ളവരുടെ പേരാണ് കൊടുക്കുന്നത്. പുതിയൊരു പേര് നൽകുകയാണ്. തക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു. അപ്പോൾ അത്ഭുതപരതന്ത്രനായി. വലിയ അത്ഭുതമാണ് ഉണ്ടാകുന്നത്. അവൻ്റെ നാവ് സ്വതന്ത്രമായി ദൈവത്തോട് മറുചോദ്യം ചോദിച്ച് മൂകതയുടെ ഒരു മൗനത്തിൻ്റെ വാൽമീകത്തിൻ്റെ ശിക്ഷയിലേക്ക് കടന്നു വന്ന ഈ സഖറിയ അവൻ്റെ അധരം തുറക്കപ്പെടുകയാണ്, സ്വതന്ത്രമാവുകയാണ്. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചുവെന്നാണ്. അപ്പോൾ യോഹന്നാൻ എന്നുള്ള പേര് തന്നെ ഒരു വിമോചനത്തിൻ്റെ പേരായി മാറി. ആ യോഹന്നാൻ്റെ പേര് എഴുതിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് നാവ് സ്വതന്ത്രമായി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ദൈവത്തോട് തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച ഈ മനുഷ്യൻ, സംശയഗ്രസ്തനായിരുന്ന മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായി മാറി. എല്ലാവർക്കും ഭയമുളവായി. മലനാട്ടിലെങ്ങും ഈ വിഷയം വിഷയമായി. കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ചു. അങ്ങനെ യോഹന്നാൻ്റെ ജനനം വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിസ്മയത്തിൻ്റെ, അത്ഭുതത്തിൻ്റെയൊക്കെ മുഹൂർത്തമായി മാറി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം ഈ 66 കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വരേണ്ടത് 80-ാമത്തെ വാക്യമാണ്. അതിതാണ്, ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. പക്ഷേ അതിന് ഇടയ്ക്ക് വിശുദ്ധ ലൂക്ക ഒരു വലിയ ഗീതം, ഒരു സ്തുതിഗീതം. കാരണം സക്കറിയ സന്തോഷത്തോടുകൂടി ദൈവത്തെ വാഴ്ത്തി. ആ സക്കറിയയുടെ വാഴ്ത്തൽ, അതാണ് ബെനദിക്തുസ്, ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് തുടങ്ങുന്ന ആ ഗീതം ആദിമസഭയിൽ, ക്രിസ്തീയ സമൂഹത്തിൽ പല ഗീതങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിലൊന്നാണ് ഈ ബെനദിക്തുസ്. അതുപോലെ തന്നെ മാതാവിൻ്റെ മാഗ്നിഫിക്കാത്ത്, കൃതജ്ഞതാസ്തോത്ര ഗീതം, അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം എന്ന ഗീതം, ശെമയോൻ്റെ എന്നെ വിട്ടയച്ചാലും ഈ ദാസനെ വിട്ടയച്ചാലും, ഇതെല്ലാം ആദിമസഭയിൽ നിലനിന്നിരുന്ന ആരാധനക്രമ ഗീതങ്ങളായിരുന്നെന്നാണ് റെയ്മണ്ട് ബ്രൗൺ എന്ന ബൈബിൾ പണ്ഡിതൻ പറയുന്നത്. അതെല്ലാം സാംശീകരിച്ച് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ ഉൾച്ചേർക്കുകയായിരുന്നു എന്നാണ്. അത് രക്ഷകനെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു സ്തുതിഗീതമാണിത്. ഈ സ്തുതിഗീതം ദൈവം രക്ഷകൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുന്നവനായ ആ ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ ഓർത്ത് അദ്ദേഹം ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായത്തിൽ 1 മുതൽ ഈ യോഹന്നാൻ്റെ വരവിനെ മുൻകൂട്ടി അറിയിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. 3-ാം വാക്യം, വിജനപ്രദേശത്ത് ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 6 വരെ യോഹന്നാൻ്റെ പ്രഘോഷണം തന്നെയാണ് ഇത്. ആ സംഭവത്തിന് അനേക വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവചിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവനാണ് സ്നാപക യോഹന്നാൻ. ദൈവം നമ്മിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന് വഴിയൊരുക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ആ വഴിയൊരുക്കുന്ന ആ ശുശ്രൂഷയാണ് ഇവിടെ സ്നാപക യോഹന്നാൻ ഏറ്റെടുത്തിരിക്കുന്നത്. സദ്വാർത്തയുമായി വരുന്നവനെ, അവനെ സ്വീകരിക്കുവാൻ ഇതാ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടുകൂടെ വരുന്നു. അപ്പോൾ ദൈവം വരുന്നു, ദൈവത്തെ സ്വീകരിക്കുവാൻ ഒരുങ്ങുക. അങ്ങനെ ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ആ വചനം ജീവിതത്തിൽ സാക്ഷാത്കരിക്കുവാൻ പുനഃസൃഷ്ടിയാകുവാനുള്ള ആഹ്വാനമാണ്
ഈ യോഹന്നാൻ്റെ തന്നെ മുന്നോടിയായി യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സൃഷ്ടി ദൈവത്തിൻ്റെ വലിയ ഒരു അത്ഭുത പ്രവൃത്തിയാണ് നമുക്കറിയാം. ആ സൃഷ്ടി കർമ്മം അത് സൃഷ്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, സൃഷ്ടിയിലും രക്ഷാപരിപാലനത്തിലും ആണ് നിൽക്കുന്നത്. സൃഷ്ടിച്ചിട്ട് ദൈവം മാറി നിൽക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനന്ത പരിപാലനം ഈ ലോകത്തിൽ എപ്പോഴും കാണാൻ സാധിക്കും. സൃഷ്ടിയും രക്ഷയും, ക്രിയേഷൻ ആൻഡ് റിഡംഷൻ. 16 മാപ്പാപ്പ പറയുന്നത് സൃഷ്ടി എന്ന് പറയുന്നത് ആ ഒരു കർമ്മം നടത്തിയതിനു ശേഷം ദൈവം മാറി നിൽക്കുന്നില്ല. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയാണ്. അവർ വീഴുമ്പോൾ അവരെ എഴുന്നേൽപ്പിക്കുകയാണ്, വിമോചിപ്പിക്കുകയാണ്. അങ്ങനെ വിമോചകനായ ആ ദൈവം ആ വിമോചകർ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ അയക്കുന്നത്. അതിൽ അവസാന പ്രവാചകനായ ഈ സ്നാപക യോഹന്നാൻ്റെ ദൗത്യം എന്താണ്? ഈ ദൗത്യം രക്ഷിക്കുക എന്നുള്ള, രക്ഷകൻ, രക്ഷാ, വിമോചനം എന്നുള്ള വാക്കുകൾ പല പ്രാവശ്യം 6 പ്രാവശ്യം ഇവിടെ ഈ ഗീതത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ദൈവം രക്ഷിക്കുവാൻ വേണ്ടി, നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുവാനും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് നൽകുവാൻ വേണ്ടിയാണ്. അവസാനം 78-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിനും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുവാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം രക്ഷയുടെ വിളംബരം നൽകുവാൻ സ്നാപക യോഹന്നാനെ അയക്കുന്നത്. ഈ ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി അതാരാണ്? അനത്തോളെ എന്ന് പറയും. ഉദയസൂര്യൻ. മലാക്കിയ പുസ്തകം 1:11 നമ്മൾ വായിക്കുന്നു. യെശയ്യാ 60:1 നമ്മൾ വായിക്കുന്നു, ഇരുളിലും മരണത്തിനും നിഴലിലും വരുന്നവർക്ക് പ്രകാശം ലഭിച്ചുവെന്ന്. മത്തായി 4:16 ലഭിക്കുന്നു. ഈശോ മിശിഹ തന്നെയാണ് കിഴക്ക് ഉദിക്കുന്ന പ്രകാശമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്ന് 1-ാമത്തെ വായനയിൽ നമ്മൾ ശ്രമിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ കിഴക്ക് ഏദൻ തോട്ടം സ്ഥാപിച്ചുവെന്നാണ്. ഈ കിഴക്ക് പ്രകാശം വരുന്ന സ്ഥലം, ദൈവികമായ പ്രകാശം, ആ പ്രകാശത്തിൻ്റെ പൂർണ്ണത ഈശോ മിശിഹായാണ്. അവിടെ 4 നദികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടല്ലോ, കൃപാവരത്തിൻ്റെ പ്രതീകമാണത്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രകാശം ഇരുളിലിരിക്കുന്നവർക്ക് പ്രകാശം നൽകുന്നു, രക്ഷ നൽകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇരുൾ ലോകത്തിലുണ്ട്. പാപത്തിൻ്റെ ഇരുൾ, അവിശ്വാസത്തിൻ്റെ ഇരുൾ, അതുപോലെ തന്നെ വിദ്വേഷത്തിൻ്റെ, ദുഷ്ടതയുടെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുമല്ലോ, നുണകളുടെ ഇരുൾ. അവയെല്ലാം ആഘോഷിച്ച് അതിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നവർ, അതിൽ നിന്നെല്ലാം മോചിതരായ യഥാർത്ഥ രക്ഷയിടിക്കുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ പ്രകാശമാണ്. ഈശോ ആകുന്ന പ്രകാശം, ഈശോ ആണ് യഥാർത്ഥ പ്രകാശം. ആ പ്രകാശം സാക്ഷ്യം വഹിക്കുവാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ, അതിനൊരുക്കുന്നവനാണ്. അതുകൊണ്ട് ഈ ഒരു സ്നാപകൻ്റെ കടന്നുവരവ് ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാക്കണം. ഒരു സ്നാപകൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. രൂക്ഷമായ ഭാഷയിൽ ആയിരിക്കും സ്നാപകൻ സംസാരിക്കുന്നത്, കയ്യിൽ കോടാലിയുമായി വരുന്നു എന്നാണ് സ്നാപക യോഹന്നാൻ. ശാപത്തിൻ്റെ മൊഴികളാണ് ഉച്ചരിക്കുന്നതാണ്. KP അപ്പൻ എന്ന സാഹിത്യകാരൻ പറയുന്നത്. സ്നാപക യോഹന്നാൻ വളരെ രൂക്ഷമായി സംസാരിക്കുന്നു. ഈശോ ആട്ടെ ഭാഗ്യവാൻ എന്ന് പറയുമെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ സ്വരം രൂക്ഷമാണ്. കാരണം പാപത്തോട്, തിന്മയോടൊരു മൃദു സമീപനം എടുക്കുവാൻ പാടില്ല. സ്നേഹത്തിൽ ജീവിക്കണം, സത്യത്തിലും ധാർമ്മികതയിലും ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നവനാണ് സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് ഈ ഒരു സ്നാപകൻ്റെ കടന്നുവരവ്, സ്നാപകൻ്റെ ഒരു പ്രവർത്തനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ദൈവത്തിന് വരാനുള്ള വഴി നമ്മുടെ ഹൃദയത്തിലേക്ക് വെട്ടണം. പലതരത്തിലുള്ള കുന്നുകൾ, പലതരത്തിലുള്ള കുറവുകൾ നികത്തപ്പെടണം. പലതരത്തിലുള്ള കുണ്ടും കുഴിയും നിറഞ്ഞ ആ പാതകൾ നേരെയാകണം. വളവും തിരിവും നിറഞ്ഞ ജീവിതം നേരെയാകണം. അങ്ങനെ സ്നാപകൻ്റെ ഒരു ദൗത്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈശോയെ സ്വീകരിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇന്നത്തെ ലേഖനത്തിൽ 1 കൊറിന്തോസ് 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ ക്രൈസ്തവരായി തീർന്നതിൽ നിങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങൾ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ഈശോ മിശിഹായാണ് ഉറവിടം. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. 1 കൊറിന്തോസ് 1:30. അതുകൊണ്ട് എന്ത് ചെയ്യണം? അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ, ഈശോ മിശിഹായിൽ അഭിമാനിക്കട്ടെ. പലരുടെയും അഭിമാനങ്ങൾ, എന്തിനാണ് നമ്മൾ അഭിമാനിക്കുന്നത്?
നമ്മുടെ കഴിവുകളിൽ, സമ്പത്തുകളിൽ, പദവികളിൽ, നമ്മളുടെ ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ, ബാഹ്യമായ കാര്യങ്ങളിൽ ഒക്കെയുള്ള അഭിമാനം, അങ്ങനെയുള്ള പല അഭിമാനങ്ങളും ദുരഭിമാനങ്ങളാണ്. അതിനപ്പുറത്തേക്ക് കർത്താവാണ് എൻ്റെ ഓഹരി. കർത്താവിൽ അഭിമാനിക്കുക. അങ്ങനെ കർത്താവിനെ വിരൽ ചൂണ്ടുന്ന വ്യക്തി അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന് പറയുന്നയാളാണ് സ്നാപയോഹന്നാൻ. അതുകൊണ്ട് സ്നാപയോഹന്നാൻ്റെ ആ മഹത്വം മനസ്സിലാക്കി എളിയ ശുശ്രൂഷ, അവൻ്റെ പാദങ്ങളിലെ ചെരുപ്പുകൾ അടിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, അങ്ങനെ കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന് കടന്നു പോകുന്ന സ്നാപയോഹന്നാൻ, ആ സ്നാപയോഹന്നാൻ്റെ ആ മനോഭാവം നമുക്കുമുണ്ടാകണം. കർത്താവിൽ അഭിമാനിക്കണം. അങ്ങനെ കർത്താവിലേക്ക് കടന്നു ചെല്ലുവാൻ, കർത്താവ് നമ്മിലേക്ക് കടന്നു വരുവാനുള്ള വഴികൾ നേരെയാക്കുവാൻ സ്നാപകൻ്റെ ആ പ്രവാചക ദൗത്യം നമ്മളിൽ നിറവേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ ജനന തിരുനാളിന് നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.